മോനെ സൂര്യ, കണ്ടോടാ, നിന്റെ മോള് സ്വർണ്ണ മെഡൽ വാങ്ങിയത്. കോളേജ് മാഗസിനിൽ ഫോട്ടോ വന്നിരിക്കുന്നു. മധുമതി? ഏത് മധുമതി? ജാതി ഏത്, മതമേത്? ഇത് രണ്ടും ഉണ്ടെങ്കിലേ നീ ആരുടെ മകളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകൂ. മേലിങ്ങനെ സമുദായത്തിന്റെ പേരില്ലാത്ത ഫോട്ടോ മാത്രം കൊടുക്കരുത്. എന്താ അച്ഛമ്മ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അവന്റെ തലയ്ക്ക് ഓളവാ. വെറുതെ അവൻ ഓരോ പിച്ചും പേയും പറയുക. നോക്ക്, നീ ഇതത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട മോളെ. നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവാൻ പോവല്ലേ. ഇപ്പൊ നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷായനെ അവൾക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ACP രത്നൻ. ഞാനിപ്പോ സസ്പെൻഷനില്ല. ആരെയൊക്കെ ചെന്ന് കണ്ടിട്ടും ഇവിടെ വന്ന് സാറിനെ കാണാനാ പറയുന്നത്. ഓ, അത് ശരി. സസ്പെൻഷനിലായി ജോലിയില്ലാതെ നടക്കുവല്ലേ? ഡേയ്, ഇവിടെ എവന് പറ്റിയ ജോലി വല്ലതും ഉണ്ടോ നോക്കിയടാ. നമ്മുടെ ബാത്റൂം കഴുകുന്നൊരു വേക്കൻസി ഉണ്ട്, അത് കൊടുക്കാം. എന്തിനാടാ ചിരിക്കുന്നത്? ബാത്റൂം മാത്രമല്ല, ഇവന് വീണ്ടും പഴയ ACP ആകണമെങ്കിൽ ഇങ്ങനെ പലതും കഴിയേണ്ടി വരും. നീ വിഷമിക്കണ്ട, നിന്റെ ജോലി നിനക്ക് തന്നെ ഞാൻ തിരികെ വാങ്ങിത്തരാം. ഡേയ്, അതുവരെ ഈ പാവത്തിന് ജീവിക്കണ്ടടാ. നമ്മുടെ പയ്യനല്ലേ, നല്ലവനാ. കൊണ്ടുപോയി ബാത്റൂം കഴിക്കും. ശരി സാർ. 5 മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പൊറോട്ട. ഡയറക്ടർ സാറേ, ഫൈറ്റ് സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മുടെ ഹീറോ ബൈക്ക് സ്പീഡിൽ വരും. പ്ലീസ്, അർജന്റ് ഡെലിവറിയാ. ജോലി പോകുന്ന കേസ്. പ്ലീസ് 2 മിനിറ്റ്. ഇതൊന്ന് കൊടുത്തോട്ടെ. 2 മിനിറ്റ് പോലെ. പ്ലീസ് 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 കാന്തമ്മ. സർ, ഓൺ ടൈം ഡെലിവറി സർ. താങ്ക് യു സർ. ഏയ്, ഇതാരാ തന്റെ ഗേൾഫ്രണ്ട്? ഇവക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ടോ? അവളാകെ ചൂടിലാണല്ലോ. അതിലും വലിയ ചൂടാണ് പിസയുടെ ഓണർ. എടുത്തകത്ത് വെക്കും. ഹലോ സർ, ഡെലിവറി കഴിഞ്ഞല്ലോ. ഓക്കെ സർ. ഇത് കാന്തമ്മയുടേതാണല്ലോ. It's beautiful. അന്യരുടെ മുതല് പാമ്പിനെ പോലെയാണെങ്കിൽ കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പിനെ പോലെ എനിക്ക്. ഇതാ പിടിച്ചോ. എന്താ ടോയ് വാങ്ങുക? ഇത് കൊള്ളാലോ, ഭംഗിയുണ്ടല്ലോ. കാന്തമ്മ 400 രൂപ. എടോ, ഇത് താൻ പൊട്ടിച്ചല്ലേ? ഇതിന്റെ തലയിലാവൂ. മിസ്റ്റർ സാർ, ഇത് ഞാനല്ല, ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ. അതൊന്നും എനിക്കറിയണ്ട. 400 രൂപ അടച്ചിട്ട് പോകാൻ നോക്ക്. എന്താ സാർ ഇത്? ഫുട്പാത്തിൽ ചെന്നാൽ 4 രൂപയ്ക്ക് 40 എണ്ണം കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ അവിടെ പോയി കുറെ എണ്ണം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇന്ന് പൊട്ടിച്ച് കളിക്കും. അത് നിങ്ങൾ ഇതാ മതി. എനിക്ക് വേറെ ജോലിയുണ്ട്. ക്യാഷ് തരുന്നോ അതോ പോലീസിനെ വിളിക്കണം? അവരെ വിളിച്ച് അവരിതിന്റെ പൈസ കൊണ്ട് തരും. സാർ, പൈസ ഇല്ലാത്തോണ്ടാണ് സാർ. ഹലോ, ആ ബില്ല് ഞാൻ അടച്ചോളാം. നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സമയത്തിന് സാർ രക്ഷിച്ചല്ലോ. അതിരിക്കട്ടെ, സാർ ആരാ? എന്നെ അറിയില്ലേ? ഫൈറ്റ് മാസ്റ്റർ ജീവിയാണ് ഞാൻ. എടോ, താനല്ലേ ഇന്ന് ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് ചെയ്തത്? താങ്ക് യു സാർ. സിനിമയിൽ അഭിനയിക്കാവോ? സാർ, സഡൻലി
ഇത്ര പെട്ടെന്നോ? സിനിമയിലോ? ഹീറോ ഒക്കെ ആയിട്ട്? എടോ ഹീറോ ആയിട്ടല്ല, ഡ്യൂപ്പ്. അതേടോ, എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട്. അതിൽ അഭിനയിച്ച 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം. ലക്ഷം? അതേന്നെ, തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്, അത് ഉപയോഗിക്കടോ. ഇതാ എന്റെ കാർഡ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ ഓക്കെ സർ. ഓ ആക്ഷൻ. എടാ ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടെ നിർത്താനാണോ? ഇത് വലിയ പാടാ. ഹേയ്, നീ വല്ലാതെ തടിച്ചു പോയതുകൊണ്ടാണ്. അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ വേണം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡയറക്ടർ സാറേ, ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ. ഓക്കെ. ഹലോ സർ. ആ ബണ്ണി, വേഗം ഷോട്ടിന് റെഡിയാവും. ഓക്കെ സർ. താങ്ക് യു everybody. താങ്ക് യു മാസ്റ്റർ. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. മാസ്റ്റർ, ആ പറഞ്ഞ ക്യാഷ് കൃത്യമായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തരാന്ന്. അത് മതി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ലെന്നേ, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്നത് ഈ ബിൽഡിംഗ് ഇറങ്ങണം. എന്താ പറഞ്ഞേ? ആ കാണുന്ന ബിൽഡിങ്ങിന്റെ 10ാമത്തെ നിലയിൽ നിന്ന് ചാടി ഈ ബിൽഡിംഗ് ലാൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ കാശ് എങ്ങനെ തരും സർ? നീ താഴത്തെ ഉടനെ നന്നയ്ക്കാം. അതിന് ഞാൻ താഴേക്ക് വന്നാലല്ലേ? ബൈക്ക് വരും, പക്ഷെ ഞാനിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. യു ആർ ഫണ്ണി. നോ സർ, ഐ ആം ബണ്ണി, വെരി സീരിയസ്. സർ, ജമ്പ് ജയിച്ച് എന്റെ ജീവിതം കട്ട പുകയൊക്കെ നോക്കല്ലേ? ഒരു സെക്കൻഡ് ഫോൺ തന്നെ. താങ്ക് യു സാർ, മോളുടെ ഫോൺ. ഹലോ. അച്ഛാ, മധുവാ. ക്ലാസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ചെയ്തത്. ഇതിനൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന എന്തിനാ? ശരി ശരി. ഓക്കെ അച്ഛാ. അവൾക്ക് എന്തോ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നോ? ശരി സാർ. അതെന്താണെന്ന് അന്വേഷിക്കുക. ആയിക്കോട്ടെ സാർ. അവന്റെ പെർഫോമൻസ് കൊള്ളാല്ലേ? താങ്ക്സ്. എന്തായാലും ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഞാൻ കരുതിയത് ബോയ് ഫ്രണ്ടിനെ വിളിക്കാണെന്നാ. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. എന്തിനടി ഇത്ര ചൂടാവുന്നത്? ബോയ് ഫ്രണ്ട് ഉള്ളത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമായി. എപ്പോഴും പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചൂണ്ടയിടാൻ ഇവക്ക് എവിടുന്ന സമയം? അതേടി, എനിക്ക് പ്രേമത്തെയും കല്യാണത്തെക്കാളും എന്റെ പഠിത്തമാണ് മുഖ്യം. അതുകൊണ്ടാണോ? അത് മാത്രമല്ല, എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തനാ. ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്ന കാര്യം അറിയുകയാണെങ്കിൽ എന്റെ പഠിപ്പ് നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിച്ചയക്കും. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. ഓക്കെ, പ്ലീസ്. ഹായ്, ഐ ആം ശിൽപ ഫ്രം GMTV. ഈ എപ്പിസോഡിൽ നമ്മൾ യൂത്ത് ഒപ്പീനിയനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഹലോ സർ. ഹായ്, എന്താ പ്രശ്നം? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് ലൈവിൽ വെച്ച് തരും. അങ്ങനെയാണോ? എന്നാ ചോദിച്ചോ. നിങ്ങളുടെ പേര്? ബണ്ണി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇവരാരുമില്ല. ആരുമില്ല. അപ്പൊ അനാഥനാ? അതെന്താ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത്? പിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിക്കണോ ഞാൻ? എന്റെ അച്ഛനമ്മയ്ക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാരാണെന്ന് ഞാനും തിരക്കിട്ടില്ല. എനിക്കതിൽ പ്രോബ്ലം ഇല്ല. കാരണം എല്ലാവരും എന്റെ ആൾക്കാരാണ്. നെക്സ്റ്റ്, ലവിനെ പറ്റിയുള്ള ഒപ്പീനിയൻ അത് പോട്ടെ. ആണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ അഭിപ്രായം? മനസ്സിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് കൈ ഇങ്ങനെ നീട്ടി ലെറ്റ് ബി ഫ്രണ്ട്സ് നമ്മൾ ചെയ്യിക്കാൻ കൊടുക്കുന്ന ചിലരുണ്ട്. അത്രയും കളത്തരം വേറെ ഇല്ല. ആ മാതിരി ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വല്ല മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഫ്രണ്ട് ഒരു ശത്രുവിന് കൊടുക്കാം. ഏയ് കാന്തമ്മ, നീ അവിടെ എന്തെടുക്കാടി? വെറും 400 രൂപയ്ക്ക് നീ എന്നെ ഒറ്റിക്കൊടുത്തില്ലേ? ഇല്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ കുത്തിയിരുന്ന് പഠിക്കുന്ന ഡോക്ടർ പഠിത്തം പാതി വഴിക്ക് നിന്ന് പോകൂടി. നിനക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കൂടെ നിന്റെ കല്യാണം നടക്കൂടി. നിന്നെ കെട്ടുന്നവനെന്നും വെള്ളടിച്ചു വന്ന് നിന്നെ തല്ലി 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 നിന്റെ പല്ലടിച്ച് താടിയിടോടി. നിനക്കൊരു തറ അമ്മായിമയും ഒരു ലോഡ് രാക്ഷസ പിള്ളേരുണ്ടാവൂടി. അവരെല്ലാവരും കൂടി നിന്നെ കടിച്ച് 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 കയറി കൊല്ലൂടി. നീ കാന്തമ്മ മേഡം, ഇയാളോട് എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? അയാളുടെ പണം അങ്ങ് കൊടുത്തൂടെ? ഓക്കെ, സോ ഫൈനലായി ഒന്നുകൂടി ചോദിക്കട്ടെ. യൂത്ത് ഹാപ്പി ആയിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് പറയുന്നതിനോടൊപ്പം കുറച്ച് വിഷ്വൽ കൂടി ആയാലും. എങ്ങനെ?
Yo, check it out.